നല്ല പടമാണ്. ആക്ച്വലി ഇത് ഈ സിനിമയെ പറ്റിയൊക്കെ പറയുന്നതാണ്. അപ്പം വളരെ എല്ലാ കാര്യങ്ങളും വളരെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് നസ്രീനൊക്കെ? നസ്ലിൻ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഇതുവരെ മലയാളത്തിൽ വരാത്ത ഒരു ടൈപ്പ് സിനിമ. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്, കണക്ട് ആവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ട്. ഒരാളുടെ ഒരു സാധാരണ ഒരാളുടെ ലൈഫ് എങ്ങനെയാണ് കണക്ട് ചെയ്താവുന്നതാണ് സിനിമ കാണിക്കുന്നത്. നല്ല സിനിമ. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. നസ്ലിൻ ഇത്രയും നാൾ ചെയ്ത മറ്റേ കോമഡി ജോണർ അല്ലാതെ നല്ലൊരു പുതിയ ടൈപ്പ് ജോണർ വന്നു. അത് കൊള്ളായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമ. നല്ല സിനിമയാണ് ഇത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ഇഷ്ടപ്പെടാത്തൊരു ജോണറാണ്. നമ്മളെ എന്താ പറയുന്ന സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അപ്പം അത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റാതാവുമ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് ഈ സിനിമ പറയുന്നത്. നമുക്ക് കണക്ട് ആവുമോ ഈ പടം? കണക്റ്റ് ആവും പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനും അത് ഉൾക്കൊള്ളാനും നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടുണ്ടാ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്താൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് ലൈഫിൻ്റെ ഒരു ഡാർക്ക് റിയാലിറ്റിയാണ്. അത് കണക്റ്റ് ആവും. അഭിനയം എങ്ങനെയുണ്ട് ബ്രോ? ജസ്റ്റിൻ്റെ ഓരോ സിനിമ കഴിയുമ്പോഴും മെച്ചപ്പെട്ട് വരുവാണ്. കാരണം ചെറിയ പയ്യനാണല്ലോ, ഇനി അവന് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ടൈമുണ്ട്. ഇപ്പം തന്നെ അവൻ നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി അവന് നല്ല ലെവലിലോട്ട് എത്താനുള്ള കഴിവുണ്ട്. എത്തട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇതിൽ കാണിക്കുന്നത്. ആ സിനിമയ്ക്കുള്ള സിനിമയാണെങ്കിലും പറയേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നമ്മൾ തോറ്റുകൊണ്ടിരുന്നാലും നമ്മൾ കൈവിടരുത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആൾക്കാർ പറയുന്നത് കേൾക്കരുത്. ഇപ്പോൾ കുറേ പേര് പറയും ഇങ്ങനെയാണ് അതൊന്നും കേൾക്കാതെ നമ്മൾ അങ്ങ് ജീവിക്കണം. സത്യം നമ്മളെ മനസ്സിലാക്കി പോകണം. അതാണ് പറയുന്നത്. ഒരു മോട്ടിവേഷൻ പടമാണല്ലേ? ഒരു മോട്ടിവേഷൻ പടമാണ്. മോട്ടിവേഷൻ പടമാണ് ഒരു മനുഷ്യന്റെ ജീവിതം, അതായത് എടുത്തു കാണിക്കുന്ന ഒരു ജീവിത കഥയാണ് സിനിമ. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ? അഭിനയിക്കുന്നത് നെസ്ലൻക്കുള്ള ഇതുവരെയുള്ളവൻ്റെ നെസ്ലൻ്റെ കരിയറിലെ മികച്ച അഭിനയമാണ് നെസ്ലൻ. പിന്നെ നെസ്ലൻ കൂടാതെ ആവേശത്തിൽ അഭിനയിച്ച 3 കുട്ടികൾ, ഒരാൾ നെസ്ലൻ്റെ കൂട്ടുകാരനാണ്, നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ ഷറഫുദ്ദീന് നല്ല അഭിനയമായിരുന്നു. ഒരു മോട്ടിവേഷൻ പടമാണ്. മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷനെ കൂടാതെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഈ സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ആക്ച്വൽ കൺസെപ്റ്റാണ്. ഒരുപാട് ആൾ വരണം എന്ന് പ്രതീക്ഷയുള്ള പടമാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം പോലെ തന്നെ ആക്ച്വൽ റിയൽ മൂവി തന്നെ സിനിമ വേൾഡ് തന്നെ കാണിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് പടം. ഡെഫിനറ്റ്ലി മോട്ടിവേഷൻ കുറച്ച് റിയലിസ്റ്റിക് ആണെന്ന് പറയാം. നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് തിങ്ക് ചെയ്യുന്നതിനേക്കാളും ഇതാണ് ആക്ച്വൽ റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ പടം. എല്ലാവർക്കും കണക്ട് ആവുമോ? കണക്ട് ആവും. സിനിമയായിട്ട് ആസ്വദിക്കുന്ന എല്ലാവരും കണക്ട് ആവും. ഒരു ഡിഫറെന്റ് ജേണറാണ്. പിന്നെ 3 അസോസിയേറ്റ്സ് പോലത്തേക്ക് ഒരു തോന്നി. നല്ല അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബ്രോ പടം? ഒരു മോട്ടിവേഷനാണോ പടം? അങ്ങനെ ചോദിച്ചാൽ അതെ, കുഴപ്പമില്ല കാണാം. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, ലാസ്റ്റ് ആകുമ്പോൾ ഫുൾ ഡീമോട്ടിവേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, ലാസ്റ്റ് ആകുമ്പോൾ ഫുൾ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് എല്ലാവരും നൈസായിരുന്നു. ലാസ്റ്റ് ആകുമ്പോൾ ഇവരെ ഫുൾ പോയി. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഔട്ട് ആയിരുന്നു. പിന്നെ സിനിമ ഡീമോട്ടിവേഷൻ പോലെയൊക്കെയായി. അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം കുഴപ്പമില്ല, പക്ഷേ സിനിമയുടെ കഥ തന്നെ ഇച്ചിരി നാടായി. പടം അത്ര കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ബോറാവും. ക്ലൈമാക്സ് അത്ര പോലെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, കുറച്ച് പേരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നല്ലൊരു പടമാണ്, എല്ലാവരും പോയി കണ്ടു. ഒരു മോട്ടിവേഷനാണോ പടം? എന്തോ മോട്ടിവേഷൻ ആണ്, പ്യൂർ മോട്ടിവേഷൻ തന്നെയാണ്. പിന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാവർക്കും ഉണ്ട്. സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ഒരാളെ പറ്റി നോക്കാൻ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടണം. നമുക്ക് ഒരു 3 മണിക്കൂർ എങ്ങനെ ഉണ്ടായിരുന്നു? 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. എനിക്ക് ഇയാളുടെ റിലേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ബോർഡിൽ നിന്ന് അറിഞ്ഞില്ല. നല്ല വൃത്തിയുള്ള കൂടിയാണ്. So movie ഇഷ്ടമായി. ഇറ്റ്സ് വെരി സിമ്പിൾ മൂവി ആൻഡ് ഇൻഡസ്ട്രിയുടെ ആ ഒരു ഡാർക്ക് സൈഡ് കാണിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് റിയാലിറ്റിയാണ് ടു എ പോയിന്റ്. സോ അത് കാണിച്ചതിൽ വളരെ സന്തോഷം. അതിൻ്റെ റിയാലിറ്റി അതിൻ്റെ ആ ഒരു രീതിയിൽ കാണിച്ചതിൽ വളരെ സന്തോഷം. ഒരു മോട്ടിവേഷൻ ആണല്ലേ പടം? ഡെഫിനറ്റ്ലി എ മോട്ടിവേഷൻ. ബിക്കോസ് അവർ കള്ളമല്ല സെല് ചെയ്യുന്നത്, ഇന്നവേ ഒരു സത്യം കൂടെയാണ് സെല് ചെയ്യുന്നത്. ആൻഡ് മൂവി എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നെസ്ലിൻ ആസ് യൂഷ്വൽ ബിക്കോസ് ഫാമിലിയുടെ കൂടെയാണ് വന്നത്. സോ അറിഞ്ഞില്ല മൂവി പോകുന്ന ആ ഒരു ഫ്ലോ. പിന്നെ നമ്മളെല്ലാം മൂവി ലവേഴ്സാണ്. സോ നമ്മളെല്ലാ മൂവീസും കാണാറുണ്ട് മുടങ്ങാതെ. സോ ആ ഒരു ടൈം പോയ രീതി അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത്ര ലാഗടിയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു സിനിമ കണ്ടപ്പോൾ കണക്ട് ആയല്ലേ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ? ഡെഫിനറ്റ്ലി കണക്ട് ആയി. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂവി റിലേറ്റഡ് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ലൈക്ക് കുറച്ച് അവിടെ ഇവിടെ കേട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നിന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ രീതിയിലും.